ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പം പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അലൈനിക്ക് പോവാണ്. എക്കണോമി ക്ലാസ്സിൽ അലൈനിക്ക്. ഓക്കെ, എക്കണോമി ക്ലാസ് എന്താണെന്ന് വഴിയെ കാണാം. പിന്നെ അതിനു മുമ്പ് ഈ സാധനം കണ്ട ചമ്മോനിയെ, ഇതാണ് ഗ്രൻഡസ. ഗ്രൻഡസ ആക്ച്വലി ഫിൻമാസ്റ്റർ ബ്രാൻഡിൻ്റെ ഒരു ബോട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ദുബായ് ക്രീക്ക് മറീനയിൽ വന്നു കഴിഞ്ഞാൽ ഈ സാധനം കാണാം. ഇതിപ്പം ദുബായ് ബോട്ട് ഷോയ്ക്ക് പോവാണ്. ഓക്കെ, അപ്പം ആരെങ്കിലുമൊക്കെ ദുബായ് ബോട്ട് ഷോയിൽ പോകുന്നുണ്ടെങ്കിൽ ഈ യമണ്ടൻ സാധനത്തിനെ പോയി കാണാം. സംഭവം അടിപൊളി കേട്ടോ. എത്ര 3 മില്യണോ സംതിങ് എങ്ങാണ്ടേ ഉള്ളൂ. അല്ല, സുഖമായിട്ടൊന്ന് പോയി മേടിച്ചോ. ഓക്കെ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ബോട്ടിന് ഏകദേശം 3 മില്യൺ വരുമെന്ന്. നാട്ടിലോട്ടങ്ങ് കൺവേർട്ട് ചെയ്താലേ 70 കോടി അങ്ങ് ആകും. ഓക്കെ, അങ്ങനെ എല്ലാവർക്കും പോയി മേടിക്കാൻ പറ്റില്ല. പക്ഷെ അത് അടിപൊളി ബോട്ടാണ് കേട്ടോ. അതുമാത്രമല്ല, ഈ ഒരു ബോട്ടിന് കരുത്ത് നൽകുന്നത് 2 ട്വിൻ ടെർബോ എഞ്ചിനുകളാണ്. ഓക്കെ, വോൾവോ പെൻ്റെയാണത്. അതുമാത്രമല്ല, ഒരു 36 തൊട്ട് 46 വരെ നോട്ട്സ് സ്പീഡിൽ പോകാനും ഇതിന് പറ്റും. ഇതാണെങ്കിലേ ആളെ സ്വദേശിയല്ല, വിദേശിയാണ്. ഇതങ്ങ് ഫിൻലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു അഡാറ് ഗജപോക്രി ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ ദുബായ് ബോട്ട് ഷോയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ബോട്ടിൻ്റെ വിശേഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പാർക്ക് ഹയത്തിൻ്റെ എക്സിറ്റിലേക്ക് നോക്കിയാണ് കേട്ടോ നടക്കുന്നത്. ഈ വീഡിയോ പാർക്ക് ഹയത്ത് സ്പോൺസർ ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും പറഞ്ഞേക്കാം. നല്ല അതിമനോഹരമായ ഹോട്ടൽ തന്നെയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇവിടെ ഒരു 1 ടൈം വിസിറ്റിനൊക്കെ വന്നിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഓക്കെ, അത്രയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, എന്നാലും കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. കാരണം ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഷെഫ്സൊക്കെയാണ് ഡിഫറെൻറ്റ് ക്വിസീൻസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ 1 ടൈം ട്രൈന് ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ്. അപ്പം നിങ്ങൾ സ്ഥല കാഴ്ചകളൊക്കെ കണ്ടിട്ട് വാ. അങ്ങനെ മാരിറ്റിലൊന്ന് കയറാമെന്ന് വെച്ച് കയറിയതാണ് കേട്ടോ. നേരെ നോക്കിയപ്പോൾ ദാണ്ടടാ, ഇവിടെ അതിഗംഭീരമായ ഉത്സവങ്ങൾ നടക്കുന്നു. ഒരുക്കങ്ങളൊക്കെ എന്തിനാണെന്നുള്ളതല്ലേ. ഇന്നത്തെ ദിവസത്തിന് നല്ല പ്രത്യേകതയുണ്ട്. ഇന്ന് ഫെബ്രുവരി 14 അഥവാ 14. നാട്ടുകാർക്ക് നല്ല സുഖമുള്ള പരിപാടിയാണെങ്കിലും എനിക്കത്രയ്ക്ക് സുഖമില്ല. കാരണം നമുക്കൊന്നും ഗേൾ ഫ്രണ്ട്സ് ഇല്ലേ. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഇവർ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ത്രില്ലിലും വർക്കിലൊക്കെയാണ് മാരീഡുകാർ. ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, എൻ്റെ അപ്പം വീട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അലൈനിലാണ് ആക്ച്വലി എൻ്റെ പേരൻസൊക്കെ. ഓക്കെ, അപ്പം ഉമ്മാൻ്റെ വാപ്പാൻ്റെ അടുത്തേക്ക് പോവാണ്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് റെഡിയായിട്ട് നിൽക്ക്, എന്നിട്ട് ഡയറക്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ടാണ്. പക്ഷേ ഞാനാണെങ്കിൽ പെട്ടിയൊന്നും എടുത്തില്ല. പെട്ടി എടുക്കാത്ത എന്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും നേരെ എൻ്റെ വീട്ടിൽ പോയിട്ട് റൂമിൽ പോയിട്ട് പെട്ടി എടുക്കാം. ഇത് കണ്ടോ, ഇതാണ് ഞാൻ ആ പറഞ്ഞ പെട്ടി. ഇനി നേരെ മെട്രോയിലേക്ക് പോകാം. ഈ പെട്ടിയും തൂക്കി പിടിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യുന്ന അത്രയ്ക്ക് നല്ല സുഖമുള്ള പരിപാടിയൊന്നുമല്ല. ഓക്കെ, അതുകൊണ്ടാണ് മിക്ക ഭാഗങ്ങളും കട്ട് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. നന്നായിട്ട് വ്ളോഗ് ചെയ്യാനായിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ യമണ്ടൻ ബാഗുമായിട്ട് നമ്മളിതാ ഗുബൈബ ബസ് സ്റ്റേഷനിലെത്തി. നമ്മുടെ എക്കണോമി യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയായി. ഇനി ഓടിച്ചെന്ന് റോഡ് ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം ബസ് സ്റ്റേഷനെത്താൻ. ബസ് സ്റ്റേഷനിൽ കയറിയിട്ട് വേണം അലൈനിലേക്കുള്ള ബസ് പിടിക്കാൻ. ബസ് പോയോ ഇല്ലയോ എന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം. ഓക്കെ, ഇതാണ് മക്കളെ ഈ ഗുബൈബ. അങ്ങനെ ഗുബൈബ ബസ് സ്റ്റേഷനിലെത്തി. കട്ട പോസ്റ്റ്. എൻ്റെ ആദ്യത്തെ 2 ബസ്സും മിസ്സായി. അതിൻ്റെ പുറമെ ഒരു ടോക്കണും. ആ ടോക്കണും പിടിച്ച് ബസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാൻ ധൃതി ആയിട്ട് വയ്യ. കിടന്നൊന്ന് ഉറങ്ങണം, നല്ല ക്ഷീണം. അങ്ങനെ എക്കണോമിക് യാത്രയുടെ ഭാഗമായിട്ട് ബസ്സിൽ കയറി നല്ല 2 സെൽഫി എടുത്ത് എക്കണോമി യാത്ര അങ്ങ് സുഖമായിട്ടങ്ങ് തുടങ്ങി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഞാനിപ്പോൾ അലൈനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ക്ലിപ്പ് ആക്ച്വലി അലൈനിൽ എത്തിക്കഴിഞ്ഞ് ഏകദേശം 18 പോട്ടെ 18 ഒന്നും വേണ്ട,
ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞുള്ളതാണ്. അപ്പം മക്കളെ, ഔട്ട്രോ പറയാനായിട്ടൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഓക്കെ, ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടു കാണുമല്ലോ. ഇവിടം വരെ നിങ്ങൾ കണ്ടെങ്കിൽ വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത അടിപൊളി കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ശുഭദിനം.